ഇനി വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കാക്കനാട് സിവിൽ സ്റ്റേഷൻ വരേക്കുള്ള മെട്രോയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചോറ്റാനിക്കര അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരേക്കും മെട്രോ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുള്ള രീതിയിൽ ഇപ്പോൾ ആ രീതിയിലൊരു പ്രൊപ്പോസിഷൻ വന്നിട്ടുണ്ട് കേട്ടോ. ഞാനെന്നുള്ളത് എറണാകുളത്ത് പ്രസിദ്ധമായിട്ടുള്ള ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിന് മുന്നിലാണ്. നമുക്കിതാ ഇവിടെ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ മാറി 3 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ നമുക്കൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട്. ടോട്ടലായിട്ട് 6.5 സെൻറ്റ് വരുന്ന നല്ല അടിപൊളി ഒരു ഹൗസ് പ്ലോട്ടാണ് കേട്ടോ. നമുക്ക് ഈ ചോറ്റാനിക്കര ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് നല്ല പ്ലോട്ടുകൾ നോക്കുന്ന ആൾക്കാരുണ്ടാവും. കാരണം നല്ല ഇമ്പോർട്ടൻസ് വരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 41 ദിവസത്തെ ഭജനയ്ക്കൊക്കെ ആയിട്ട് ഒത്തിരിയധികം പേരാണ് ഇവിടങ്ങളിൽ വന്ന് ചുറ്റുവട്ടം വീടുകളൊക്കെ എടുത്ത് അല്ലെങ്കിൽ വാടകയ്ക്കെടുത്തൊക്കെ താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നമുക്കിതിന് അമ്പലമായിട്ട് ചുറ്റപ്പെട്ട്, അതായത് തിരുവനന്തപുരത്ത് ആറ്റുകാൽ ക്ഷേത്രം പോലെ തന്നെ നമുക്ക് എറണാകുളത്ത് വളരെയേറെ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ലൊക്കേഷനാണ് ചോറ്റാനിക്കര ദേവീക്ഷേത്രം. അപ്പോൾ ഇതിന് ചുറ്റുവട്ടത്തായിട്ടൊക്കെ വീടുകളെടുത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നിറയെ പേരുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് എല്ലായിടത്തേക്കും അക്സസിബിലിറ്റി ഉണ്ട്. എറണാകുളം സിറ്റിയിലേക്ക് കയറാൻ വളരെ അടുത്താണ്. കാക്കനാടൊക്കെ അവിടെ നിന്ന് ഒരു 15 കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ചുറ്റുവട്ടത്തായിട്ടുണ്ട്. ഗ്ലോബൽ പബ്ലിക് സ്കൂള്, അതുപോലെ ഒത്തിരിയധികം സ്കൂൾസൊക്കെ ചുറ്റുവട്ടത്തായിട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് കോട്ടയത്തേക്ക് പോകാൻ വളരെ അടുത്താണ്. എരുവേലി പഞ്ചായത്തിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. നമുക്ക് എന്തായാലും പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസിലേക്ക് പോകാം. എരുവേലി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോഴത്തേക്കും നമുക്കിതാ ഈ റോഡിൽ നിന്ന് ഈ ബൈ റോഡാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 150 മീറ്റർ ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്കിതിൻ്റെ ലാസ്റ്റായിട്ട് തന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. റോഡ് എൻഡാണ്. നമുക്കിനി ബാക്കി പ്രോപ്പർട്ടിയുടെ വിഷ്വൽസിലേക്ക് പോകാം. ചോറ്റാനിക്കര അമ്പലത്തിൽ നിന്ന് ഏകദേശം 2.8 കിലോമീറ്റർ മാറി എരുവേലി ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി അങ്ങനെ നമുക്ക് ഏകദേശം 2 കിലോമീറ്റർ വരുമ്പോൾ എരുവേലി പഞ്ചായത്തിൽ തന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. നമുക്ക് ആ റോഡിൻ്റെ കുറച്ച് ദൂരം വന്നിട്ട് ഇനി ടാറിങ് ആവാനുണ്ട് കേട്ടോ. അതായത് ഒരു മെയിൻ റോഡിൽ നിന്ന് നമ്മൾ അകത്തേക്ക് കയറി ഏകദേശം ഒരു 200 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് നമുക്ക് ടാറിങ് ആവാനുണ്ട്. 200 മീറ്റർ വരത്തില്ല കേട്ടോ, വളരെ അടുത്താണ്. ആ രീതിയിലാണ് നമ്മുടെ പ്ലോട്ട് കിടപ്പുള്ളത്. ടോട്ടലായിട്ട് 6.5 സെൻറ്റ് സ്ഥലമാണ് വരുന്നത്. ഫുള്ളായിട്ട് റെസിഡൻഷ്യൽ ലൊക്കേഷനാണ്. ഒത്തിരിയധികം വീടുകൾ വരുന്നുണ്ട്. ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലോട്ട്. ശരിക്കും ഈ ഒരു റോഡ് എൻഡ് ആവുകയാണ് കേട്ടോ. ഇവിടെ ആ എൻഡ് ആവുന്ന സ്ഥലത്താണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. ചോറ്റാനിക്കര അമ്പലവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്ലോട്ടുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒത്തിരിയധികം പേരുണ്ട് കേട്ടോ. മെയിനായിട്ട് എല്ലാ വർഷവും ഇവിടെ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആ രീതിയിലൊക്കെ ഇവിടെ ഒരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നല്ലൊരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ സാധിക്കും. കാരണം ഇതൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ്, നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു റേറ്റിന് വാങ്ങിക്കാം. ഇതിന് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് 3.25 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. ഈ പറഞ്ഞ വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് ഓണറുമായിട്ട് തന്നെ വിളിച്ച് സംസാരിക്കാവുന്നതാണ്. ഈ കാണുന്ന നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. പക്ക കരഭൂമിയാണ്. നമുക്കിത് വരുന്നത് എരുവേലി പഞ്ചായത്തിൻ്റെ കീഴിലാണ് കേട്ടോ. നമുക്കിവിടെ നിന്ന് എരുവേലി ജംഗ്ഷനിലേക്ക് 2 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ചോറ്റാനിക്കരയിൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ 3 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസാണ് വരുന്നത്. അതുപോലെ തന്നെ ഹിൽ പാലസ് മ്യൂസിയം ഇവിടെ അടുത്താണ്. ഏകദേശം ഒരു 7.5 കിലോമീറ്ററാണ് നമുക്ക് ഹിൽ പാലസ് മ്യൂസിയത്തിലേക്ക് വരുന്നത്. നമുക്കിവിടെ നിന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റർ മാറി കരിങ്ങാച്ചിറ ജംഗ്ഷനിൽ നിന്നാണെങ്കിൽ എറണാകുളത്തേക്ക് ഈസി ആയിട്ട് കയറാം. അതുപോലെ കോട്ടയം പോകണമെങ്കിൽ കോട്ടയം പോകാം, ആലുവ പോകണമെങ്കിൽ ആലുവ പോകാം. ആ രീതിയിൽ എല്ലായിടത്തേക്കും അക്സസിബിലിറ്റി ഉണ്ട് കേട്ടോ. ഇനി വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കാക്കനാട് സിവിൽ സ്റ്റേഷൻ വരേക്കുള്ള മെട്രോയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചോറ്റാനിക്കര അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരേക്കും മെട്രോ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുള്ള രീതിയിൽ ഇപ്പോൾ ആ രീതിയിലൊരു പ്രൊപ്പോസിഷൻ വന്നിട്ടുണ്ട് കേട്ടോ. മോസ്റ്റ്ലി നമുക്ക് ആ മെട്രോയുടെ ഇങ്ങോട്ടേക്കുള്ള വർക്ക് നമുക്കൊരു 3-4 വർഷത്തിനകത്ത് സ്റ്റാർട്ട് ആവുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എറണാകുളത്ത് നിന്ന് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാവും നമുക്ക് ഈ ഒരു ഏരിയ. പിന്നെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ 2018 വന്ന പ്രളയം, ആ പ്രളയത്തിൻ്റെ സമയത്ത് നമുക്ക് എറണാകുളം ടൗണെല്ലാം, അതായത് സിറ്റിയെല്ലാം ഫുള്ളായിട്ട് വെള്ളത്തിൻ്റെ അടിയിലായി. നമുക്കിതാ ഇവിടങ്ങളിൽ ഈ ഒരു ഏരിയയിൽ വെള്ളമൊന്നും കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ആ രീതിയിൽ വെള്ളക്കെട്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്ത നല്ലൊരു ലൊക്കേഷനാണ്. നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് 3.25 ലക്ഷം രൂപയാണ്. താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം. ഇതിന് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല.